ഇന്ത്യയുടെ പ്രളയ് മിസൈൽ ഏറ്റെടുക്കാനുള്ള അർമേനിയയുടെ താൽപര്യം ഇന്ത്യക്കുള്ള ഒരു മികച്ച അവസരമായി കണക്കാക്കപ്പെടുന്നു. ബ്രഹ്മോസ് മിസൈലിന്റെ കയറ്റുമതിയെ തുടർന്നുള്ള പ്രളയ് മിസൈലിന്റെ കയറ്റുമതി കരാർ ഒരു മിസൈൽ കയറ്റുമതിക്കാരൻ എന്ന നിലയിൽ DRDOയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാത്തരം മിസൈലുകളും വികസിപ്പിക്കാനുള്ള കഴിവ് പതിറ്റാണ്ടുകളുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ DRDO നേടിയിട്ടുള്ളതിനാൽ കഠിനമായി നേടിയ കഴിവ് മുതലാക്കാനുള്ള സമയമാണിത്. പ്രളയ് മിസൈലിലെ തദ്ദേശീയ ഉള്ളടക്കത്തിന്റെ ശതമാനം ഫിലിപ്പൈൻസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ബ്രഹ്മോസ് വേരിയന്റിലെ തദ്ദേശീയ ഉള്ളടക്കത്തിന്റെ ശതമാനത്തേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്ന് കണക്കിലെടുക്കുമ്പോൾ ഓരോ മിസൈലിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കുന്ന വരുമാനം വളരെ കൂടുതലായിരിക്കും. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച ലോറ അഥവാ ലോങ് റേഞ്ച് ആർട്ടിലറി ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങിയതിലൂടെ അസർബൈജാൻ നേടിയ കഴിവിനെ പ്രതിരോധിക്കാൻ അർമേനിയ പ്രളയ് മിസൈൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ടെർമിനൽ മാർഗനിർദ്ദേശത്തിനായി GPS-ന്റെയും TV-യുടെയും സംയോജനം ഉപയോഗിക്കുന്ന 400 കിലോമീറ്റർ ദൂരപരിധിയും 10 മീറ്റർ സർക്കുലർ എറർ പ്രോബബിലിറ്റിയുമുള്ള ഒരു തിയേറ്റർ ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് ലോറ എന്നത്. അതേസമയം 150 മുതൽ 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മൊബൈൽ കാനിസ്റ്റർ അധിഷ്ഠിത സർഫസ് ടു സർഫസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. DRDOയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനത്തിന്റെ പ്രത്യു എയർ ഡിഫൻസ് മിസൈലിൽ നിന്നുമാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇനേർഷ്യൽ ഗൈഡൻസ് ഉപയോഗിച്ച് മിസൈൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതിനാൽ ഇതിന്റെ ഫ്ലൈറ്റിലുടനീളം ഈ മിസൈലിനെ നിയന്ത്രിക്കാനാകും. ടെർമിനൽ മാർഗനിർദ്ദേശത്തിനായി ഒരു റേഡിയോ ഫ്രീക്വൻസി DSMAC അഥവാ ഡിജിറ്റൽ സീൻ മാച്ചിങ് ഏരിയ കോറിലേഷൻ സീക്കറിനെ പ്രളയ് മിസൈൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം മിസൈലിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഫ്യൂസ്ഡ് സിൽക്ക റഡാർ ഡോമും ഘടിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമെന്തെന്നാൽ ഉക്രൈനിൽ വളരെ ഫലപ്രദമായി തെളിയിക്കപ്പെട്ട റഷ്യയുടെ ഇസ്കാണ്ടർ മിസൈലിന്റെ സമാനതകളുള്ള മിസൈലാണ് പ്രളയ് എന്നത്. സമാന ശ്രേണിയും അർദ്ധ ബാലിസ്റ്റിക് പാതയുടെ സവിശേഷതകളും കൂടാതെ പ്രളയ്ക്കും ഇസ്കാണ്ടറിനും ഏകദേശം 10 മീറ്ററിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റിയുടെ സമാനമായ കൃത്യതയുണ്ട്. കൂടാതെ ഇസ്കാണ്ടർ മിസൈലും ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി DSMAC മാർഗനിർദ്ദേശവും ഉപയോഗിക്കുന്നു. ത്രസ്റ്റ് വെക്ടർ നിയന്ത്രണത്തിനായുള്ള ഒരു ജെറ്റ് വെയിൻ സംവിധാനം പ്രളയ് മിസൈലിന്റെ സവിശേഷതയായതിനാൽ ഫ്ലൈറ്റിന്റെ ടെർമിനൽ ഘട്ടത്തിൽ മിസൈലിന് മികച്ച മാനുവറബിലിറ്റി നടത്താൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഇസ്കാണ്ടർ പോലെ പ്രളയ്ക്കും എതിരാളികളായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ഡീകോയികൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുമുണ്ട്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ സൈന്യത്തിന്റെയും മിസൈൽ യൂണിറ്റുകളിലുള്ള പ്രത്യു ടാക്ടിക്കൽ മിസൈൽ പോലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളേക്കാൾ ക്വാസി ബാലിസ്റ്റിക് മിസൈലുകൾ തടസ്സപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ ഫ്ലൈറ്റ് പാത റോക്കറ്റ് മോട്ടോർ കത്തുന്ന സമയത്തെ അതിന്റെ പാതയെ അടിസ്ഥാനമാക്കി പ്രവചിക്കാവുന്നതാണ്. അതേസമയം ക്വാസി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപണത്തെ തുടർന്ന് ബാലിസ്റ്റിക് പാതയിൽ നിന്നും ഒരു ഫ്ലാറ്റ് പാതയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഈ സ്വിച്ച് തന്ത്രം ഫ്ലൈറ്റ് പാത സുഗമമാക്കുകയും എതിരാളി റഡാറുകൾക്കടുത്തെത്തുമ്പോൾ മനുവറാകുന്നതും വഴി കണ്ടെത്തൽ വൈകുകയും ഫ്ലൈറ്റ് പാത പ്രവചനാതീതമാക്കുകയും ചെയ്യുന്നു. ദീർഘദൂരത്തിൽ നിന്നും എത്തുന്ന ഒരു മിസൈലിന്റെ ഫ്ലൈറ്റ് പാത നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ഒരു വ്യോമ പ്രതിരോധ മിസൈൽ ഉപയോഗിച്ച് ഇടപഴകാൻ കഴിയില്ല എന്ന പ്രശ്നവുമുണ്ടാകും. ഇസ്കാണ്ടർ എമ്മിന്റെയും പ്രളയുടെയും കാര്യത്തിലെന്ന പോലെ ഉയർന്ന വേഗത, ക്വാസി ബാലിസ്റ്റിക് പാത, ടെർമിനൽ മാനുവറിംഗ് എന്നിവയുടെ സംയോജനം മിസൈലിനെ തടസ്സപ്പെടുത്തുന്നത് മിക്കവാറും അസാധ്യമാക്കുന്നു. സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രളയ് ഒരിക്കലും അന്തരീക്ഷത്തിൽ നിന്നും പുറത്തു പോകാതെ ഒരു ഫ്ലൈറ്റ് പാത പിന്തുടരുന്നു. പ്രീ ഫ്രാഗ്മെന്റഡ് വാർഹെഡുകൾ, മോണോലിത്തിക് പെനിട്രേഷൻ കം ബ്ലാസ്റ്റ് വാർഹെഡുകൾ, സബ്മ്യൂണിഷൻ പെനിട്രേഷൻ കം ബ്ലാസ്റ്റ് വാർഹെഡുകൾ എന്നിവയുൾപ്പെടെ വ്യത്യസ്തരം വാർഹെഡുകൾ ഈ മിസൈലുകൾക്ക് അവതരിപ്പിക്കാനാകും. കൂടാതെ റഡാർ സിഗ്നേച്ചർ കുറയ്ക്കാനായി സംയോജിപ്പിച്ച 2 സെറ്റ് ചെറിയ ചിറകുകളാണ് പ്രളയ് മിസൈലിന്റെ മറ്റൊരു സവിശേഷത. റഷ്യൻ ഇസ്കാണ്ടർ മിസൈലിന്റെ ഉക്രൈനിലെ മികച്ച പ്രകടനം പ്രളയ് മിസൈലിന്റെ വികസനവും ഏറ്റെടുക്കലും ത്വരിതപ്പെടുത്താൻ പ്രതിരോധ മന്ത്രാലയത്തെയും DRDOയെയും പ്രേരിപ്പിച്ചിരുന്നു. ഇന്ത്യൻ സായുധ സേനയ്ക്കായി 120ഓളം പ്രളയ് ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായി 2022 ഡിസംബർ 25-ന് ANI റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം സായുധ സേനയ്ക്കായി 120ഓളം മിസൈലുകൾ ഏറ്റെടുക്കുന്നതിനും അതിർത്തികളിൽ വിന്യാസം ചെയ്യുന്നതിനും അനുമതി നൽകിയെന്ന് മുതിർന്ന പ്രതിരോധ വൃത്തങ്ങൾ ന്യൂഡൽഹിയിൽ ANIയോട് പറഞ്ഞു. മിസൈൽ ആദ്യം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുകയും അതിനുശേഷം ഇന്ത്യൻ സൈന്യം ഈ മിസൈൽ സ്വന്തമാക്കാനുമാണ് സാധ്യത. നിയന്ത്രണ രേഖയ്ക്കും LACക്കും കുറുകെയുള്ള 2 ഇന്ത്യൻ എതിരാളികൾക്കും കഴിവുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിനാൽ മാൻഡ് എയർക്രാഫ്റ്റുകളോ ക്രൂയിസ് മിസൈലുകളോ ഉപയോഗിച്ച് യുദ്ധമുഖത്തിന് പിന്നിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നത് ഇന്ത്യക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയിലെ നാടകീയമായ മെച്ചപ്പെടുത്തലുകൾ വ്യോമാതിർത്തികളിലെ മാൻഡ് എയർക്രാഫ്റ്റുകളുടെ ആക്രമണങ്ങൾ മുൻപത്തേക്കാൾ വളരെ അപകടകരമാക്കി മാറ്റി. ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഒരു പ്രധാന പാഠം ബാറ്റിൽ ഫീൽഡ് ഇന്റർഡിക്ഷൻ, കൗണ്ടർ എയർ സ്ട്രാറ്റജിക് സ്ട്രൈക്കുകൾ എന്നിവയ്ക്ക് വ്യോമ വിക്ഷേപണ ക്രൂയിസ് മിസൈലുകളേക്കാൾ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ ഫലപ്രദമാണ് എന്നതാണ്. അതിനാൽ അർമേനിയ പോലെയുള്ള താരതമ്യേന ചെറിയ രാജ്യങ്ങൾക്ക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള പോരാളികളെ വിന്യസിക്കുന്നതിനേക്കാൾ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ എതിരാളികളെ തടയുന്നതിനുള്ള മികച്ചതും വില കുറഞ്ഞതുമായ ഓപ്ഷനായി ഉയർന്നു വരുന്നു.
സ്വന്തം സൈന്യത്തിന്റെ ഉപയോഗത്തിനായി ഇന്ത്യ ഇതുവരെ പ്രളയ് മിസൈൽ സ്വന്തമാക്കിയിട്ടില്ല എങ്കിലും ഇന്ത്യൻ സായുധ സേനയ്ക്കായി 120ഓളം പ്രളയ് ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരം എന്തെന്നാൽ 2023 ജൂണിലെ എയ്റോ ഇന്ത്യ ഷോയ്ക്കിടെ ഇന്ത്യയുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇസ്രായേലിന്റെ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായി ലോറ മിസൈൽ ലൈസൻസിന് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു.